എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 5-10-11. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധ്യതകളുടെ മറ്റൊരു പ്രഭാതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പുതിയ പാട്ട് പാടുന്ന സ്വർഗീയ വൃന്ദം, 4 ജീവികളും ചേർന്ന് പുതിയ പാട്ടുപാടി. ഈ പുതിയ പാട്ട് എന്ന ആശയം സങ്കീർത്തനങ്ങളിൽ സാധാരണമായി നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിന് സമാന്തരമായുള്ള പഴയ നിയമവാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 9-10 വാക്യങ്ങളിലുണ്ട്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവിൻ എന്ന് ജനത്തോട് പറയുന്നു. പുതിയ പാട്ട് പുതിയ സൃഷ്ടിയുടെ ലക്ഷണമാണ്. പുതിയ പാട്ട് എല്ലായ്പ്പോഴും പുതിയ പുതിയ ദൈവ കൃപകളെക്കുറിച്ചുള്ളതാണെന്ന് ശ്രദ്ധേയമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പൊരുൾ പുതിയ സൃഷ്ടി എന്നുള്ള വലിയ സങ്കല്പമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. പുതിയ നാമം, പുതിയ യെരുശലേം, പുതിയ പാട്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോൾ സമ്പൂർണമായ പുതിയ സൃഷ്ടിയുടെ ദർശനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരാശയമാണ്. പുതിയത് എന്നർത്ഥം വരുന്ന 2 വാക്കുകൾ ഗ്രീക്ക് ഭാഷയിലുണ്ട്. ഒന്ന് നെയോസ് ആണ്, മറ്റൊന്ന് കൈനോസ്. നെയോസ് പുതിയതായി ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് എന്ന് മാത്രമാണ് അർത്ഥം. അതിന് ഗുണവിശേഷങ്ങളിൽ പ്രത്യേകതയോ പുതുമയോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം വീണ്ടും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ കോപ്പി എടുക്കുന്നു, അത് പറ്റാതെ വരുമ്പോൾ വീണ്ടും അതിൻ്റെ കോപ്പി എടുക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് സാധനം. പുതിയതായിട്ട് വീണ്ടും നമ്മളത് നിർമ്മിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കൈനോസ് എന്ന് പറയുന്ന വാക്ക് അപൂർവ ഗുണവിശേഷമുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു പാപത്താൽ വിരൂപപ്പെട്ടു പോയതിനെ പുതുതായി സൃഷ്ടിച്ചു പുതിയ ഗുണവിശേഷം നൽകുന്ന രക്ഷിതാവാണ്. അങ്ങനെയുള്ള ആശയങ്ങൾക്കെല്ലാം കൈനോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പഴക്കവും നാശവും സംഭവിച്ചിരിക്കുന്ന സൃഷ്ടിയെ പുതു സൃഷ്ടിയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മെ ദൈവം തമ്പുരാൻ പുതിയതാക്കി. ഇവിടെ പാട്ട് ജീവികളുടെയും മൂപ്പന്മാരുടെയും പാട്ട് ക്രിസ്തു യാഗമായി തീർന്നതിനെ പ്രകീർത്തിച്ച് സ്വർഗീയ ശ്രേഷ്ഠഗണം പാടുന്ന കീർത്തനത്തിൽ ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഫലങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തു ദൈവോദ്ദേശ നിവൃത്തിക്കായി യാഗമായി തീർന്നു. അതൊരു യാദൃച്ഛിക സംഭവമല്ല. മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നതിനുദ്ദേശിച്ചുള്ള യാഗാർപ്പണമായിരുന്നു. അതൊരു വിമോചക യാഗമായിരുന്നു. വിമോചകനായ ക്രിസ്തു പാപികളുടെ മോചനത്തിനു വേണ്ടി സ്വജീവനെ മറുവിലയായി കൊടുത്തു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. പൗലോസിൻ്റെ വലിയൊരു ദൈവശാസ്ത്രമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലും പിന്നീട് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലുമൊക്കെ നമ്മളത് വായിക്കുന്നു. പാപത്തിൻ്റെ അടിമയിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാൻ ദൈവം കൊടുത്ത വിലയാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്ന പുതിയ നിയമം ആവർത്തിച്ച് പറയുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ യാഗം സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്.
ഇത് യഹൂദ ജാതിയുടെ ദൈവത്തെ പറ്റിയുള്ള ധാരണയ്ക്ക് നേർ വിരുദ്ധമാണ്. നാലാമത്തെ ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ മരണം ഫലപ്രദമായ യാഗമായിരുന്നു. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു. ദൈവ തേജസ് നമ്മെ അണിയിക്കുന്നു. പഴയ നിയമവിശ്വാസപ്രകാരം ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ പുരോഹിതന് മാത്രമേ അവകാശമുള്ളൂ. ഒരു യഹൂദൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പുറജാതികളുടെ പ്രാകാരത്തിലൂടെയും പിന്നീട് സ്ത്രീകളുടെ പ്രാകാരത്തിലും കൂടി അവസാനമായി ഇസ്രായേലിയരുടെ പ്രാകാരത്തിലും കൂടി കടക്കുന്നു. അകത്തുള്ള പുരോഹിതന്മാരുടെ പ്രാകാരത്തിലേക്ക് പ്രവേശിപ്പാൻ അവകാശമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ ഈ അതിരുകളെല്ലാം നീക്കപ്പെട്ടു. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. തിരശ്ശീല രണ്ടായി ചീന്തി. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം വിശ്വാസിക്ക് ഏവർക്കും ലഭ്യമായി. അതാണ് സജീവമായ പുതുവഴി. ഈ അർത്ഥത്തിൽ സകല വിശ്വാസികളും രാജകീയ പുരോഹിത വർഗത്തിൽ ഉൾപ്പെടുന്നു. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ യാഗത്താൽ അവൻ നമ്മെ വിജയികളാക്കി. ഏത് സാഹചര്യത്തിലും വിജയ ജീവിതം സാധ്യമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാകും, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന കർത്താവിൻ്റെ പ്രഖ്യാപനം ഓരോ ദിവസവും നമ്മെ ശക്തീകരിക്കുന്നതാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം നമുക്ക് ലഭിച്ച അത്ഭുത നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് 4 ജീവികളും 24 മൂപ്പന്മാരും സ്തുതിച്ച് പാടുന്നത്. പുതിയ പാട്ടിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പുതിയ പാട്ടുകൾ സ്വാഭാവികമായി ഒരു പക്ഷെങ്കിൽ നമ്മൾ ആലപിച്ചേക്കാം. ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് എങ്ങനെയാണ് പാടാതിരിക്കാൻ കഴിയുക? ഒരു രാജാവ് മറ്റൊരു രാജ്യത്തെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ ആ രാജ്യപ്രവേശനത്തിൽ എഴുന്നള്ളത്തെങ്കിൽ പുതിയ പാട്ട് പാടുമായിരുന്നു. പുതിയ പാട്ട് വിജയത്തിൻ്റെ അടയാളമാണ്, ആഹ്ലാദത്തിൻ്റെ അടയാളമാണ്, വിടുതലിൻ്റെ അടയാളമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച വിടുതലിനെ ഓർത്ത് ദൈവത്തെ പാടി സ്തുതിക്കാം. നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് നമ്മുടെ നാവുകളിൽ പുതിയ ഗാനം അലതല്ലാതിരിക്കുക? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തുതിക്കുന്നു. രാത്രിയിൽ നിദ്രയും വിശ്രമവും നൽകി അടിയങ്ങളെ സൂക്ഷിച്ചുവല്ലോ. പകലിൻ്റെ നന്മകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെയും വിടുതലിനെയും സ്വാതന്ത്ര്യത്തെയും ഓർത്ത് പുതിയ ഗാനം ആലപിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് കടന്നു വരണമേ. വഴിയും വാതിലുകളും ഒരുക്കുകയും അങ്ങയുടെ ആലോചന നൽകുകയും ചെയ്യണം. നിരാശരായി പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും നീറുന്ന നൊമ്പരങ്ങളുമായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് സഖിയായി കൂടെ ഇരുന്ന് അവിടുത്തെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാൾ വഴികളിൽ കർത്താവ് നടത്തിയതിനെ നന്ദിയോടെ ഓർത്ത് പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് ബലത്തോടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കൃപയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.